4 വർഷം ആത്മാർത്ഥമായിട്ട് ചങ്ക് പൊട്ടി സ്നേഹിച്ചിട്ട് എന്നെ ഇട്ടിട്ട് പോയ ഒരു കുട്ടിയുടെ പ്രൊഫൈൽ എടുത്തിട്ട് ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഒരു ബോയ്സ് എന്ന് പറയുമ്പോൾ ഒരു 90% ആൾക്കാർ അങ്ങനെയാണ്. കാരണം നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് നമ്മളെ ഇട്ടിട്ട് പോകുമ്പോൾ അവരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടോ ഇല്ലെന്ന് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് കയറി നമ്മൾ ഇടയ്ക്ക് നോക്കും. കാരണം നമ്മുടെ അത്രയ്ക്ക് നമ്മൾ സ്നേഹിച്ചു പോയതുകൊണ്ടാണ്. അവരെവിടെയാണ് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ ജസ്റ്റ് അവരെ ഫോളോ ഒന്നും ചെയ്യില്ല, എന്നാലും ജസ്റ്റ് കയറി നോക്കും. ഞാൻ അങ്ങനെ കയറി നോക്കിയപ്പോഴാണ് എന്റെ ഒരു പുതിയൊരു സുഹൃത്ത്, ഒരു ചേട്ടൻ അടുത്ത് വന്നേച്ചും ചോദിച്ചു ഇത് ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ 4 വർഷം സ്നേഹിച്ചേച്ചും എന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയ ഒരാളാണ്. അപ്പൊ ആ ചേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ 4 വർഷമല്ലേ സ്നേഹിച്ചുള്ളൂ, എന്നെ ഏകദേശം ഒരു 7-8 വർഷത്തോളം ഞാൻ ഒരു പെൺകുട്ടീനെ ഒന്നുമില്ലാത്തടത്ത് നിന്ന് അവളെ പഠിപ്പിച്ച് ഏകദേശം 1 ലക്ഷം രൂപയൊക്കെ മുടക്കി ഞാൻ അവളെ വിട്ട് പഠിപ്പിച്ച് നേഴ്സിന് പഠിക്കാൻ വിട്ടു. അവസാനം നേഴ്സ് ആയതിനു ശേഷം പഠിക്കാൻ വിട്ട് അവിടുന്ന് ഒരു ചേട്ടന്റെ കൂടെ പ്രണയത്തിനായി അവരങ്ങ് കല്യാണം കഴിച്ചു പോയി. എന്റെ ജീവിതത്തിൽ ഒരു പകുതി ഭാഗത്തോളം ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ മറന്നു എന്ന് ആ ചേട്ടൻ എന്നോട് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ഞാനൊന്നും ഒന്നും അല്ലാതെ. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സത്യത്തിൽ എല്ലാവരും ഒറ്റപ്പെടണം. ആ ഒറ്റപ്പെടലിൽ ചിലപ്പോൾ ഒരു ആത്മഹത്യ അങ്ങനെയൊക്കെ നമ്മുടെ ചിന്തകളിലും വേണ്ടാത്ത ചിന്തകളൊക്കെ വരും. പക്ഷെ അതിനൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊരു ലക്ഷ്യം, അതായത് അന്നേരമായിരിക്കും നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കുന്നില്ല, നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിച്ച് നോക്കിയാൽ നമ്മൾ ആ ഒരു ലെവലിൽ ഹൈ ലെവലിൽ എത്തും. നമ്മൾ ഉറപ്പാണ്. എനിക്കും എന്റെ കൂടെയുള്ള ഷിവിനൊക്കെ അത് കറക്റ്റ് ആയിട്ട് അറിയാം. കാരണം എന്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയണം, ഒന്ന് നമ്മളായിട്ട് തന്നെ ഒന്ന് സ്നേഹിച്ച് നോക്കാം. അങ്ങനെ ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കും, നമ്മൾ